മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 85-ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. തത സവനകർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹദേവവാഗനുഗത സധർമാത്മജ വ്യഥത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനേ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദധൗ. ഇനി രാജസൂയം ആരംഭിച്ചു. ആ വേണ്ട വിധത്തിൽ യാഗം നടന്നു. അതിൻ്റെ അവസാനത്തേതായിട്ടുള്ള അഗ്രപൂജ എന്നുള്ളതായിട്ടുള്ള ഒരു ക്രിയ അത് ചെയ്യാനായി. തഥ സവനകർമ്മണി, ആ സവനകർമ്മം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ട് യാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കർമ്മമാണ്. ആ കർമ്മത്തിന് അഗ്രപൂജാവിധി എന്നുള്ള ഒന്നുണ്ട്. അതായത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെ പൂജിക്കുക. അഗ്രത്തിലുള്ളതായിട്ടുള്ള ആളുകൾ, അതായത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെ പൂജിക്കുക എന്നുള്ള ഒരു കർമ്മം ഈ സവനകർമ്മത്തിൽ ഉണ്ട്. യാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സവനകർമ്മത്തിൽ ഈ അഗ്രപൂജ എന്നുള്ളതായിട്ടുള്ള ഒന്നുണ്ട്. അപ്പോൾ ആ ശ്രേഷ്ഠൻ ആരാണ് എന്നുള്ള കാര്യം തീർച്ചയാക്കിയിട്ട് വേണമല്ലോ പൂജിക്കാൻ. തതഃ അനന്തരം സവനകർമ്മണി, സവനകർമ്മത്തിൽ അഗ്രപൂജാവിധിം വിചാര്യ പ്രവരം അഗ്രപൂജാവിധി, അതിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹം ശ്രേഷ്ഠമായിട്ടുള്ള ആ സവനകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള യുധിഷ്ഠിരൻ അഗ്രപൂജാവിധി, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം അഗ്രപൂജാവിധിയാണ്. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷനെ പൂജിക്കുക എന്നുള്ളത്, യാഗത്തിൽ സന്നിഹിതനായിട്ടുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള മുൻപൻ ആയിട്ടുള്ള ആളെ പൂജിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം ഇതിൽ. അപ്പോൾ അത് ചെയ്യാനായിട്ട് വിചാര്യ, ആരെയാണ് പൂജിക്കേണ്ടത് എന്ന് അവിടെ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. വലിയ വലിയ രാജാക്കന്മാരുണ്ട്, മഹർഷിമാരുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിലൊക്കെ ആലോചിച്ചു ആരെയാണ് വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് വിചാര്യ, ആലോചിച്ചിട്ട് സഹദേവവാഗനുഗത, സഹദേവൻ്റെ വാക്കിനെ പിന്തുടർന്നുകൊണ്ട്, സഹദേവനാണ് ആ നിർദ്ദേശം ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ഈ നിർദ്ദേശം കൊടുത്തത് സഹദേവനാണ്. എന്താണ്? ശ്രീകൃഷ്ണനെ തന്നെയാണ് പൂജിക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള അഭിപ്രായം ആദ്യം പറഞ്ഞത് സഹദേവനാണ്. ആ സഹദേവൻ്റെ വാക്കിനെ പിന്തുടർന്നുകൊണ്ട്, സഹദേവവാഗനുഗത, സഹദേവവാക്കിനെ പിന്തുടർന്നുകൊണ്ട്, അനുഗതനായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട്, സധർമാത്മജ, ആ ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ, അതായത് ധാർമ്മികമായിട്ടുള്ളതേ ചെയ്യുള്ളൂ. അദ്ദേഹത്തിൻ്റെ മഹത്വം അവിടെ ആ ധർമാത്മജ എന്നുള്ളതായിട്ടുള്ള വാക്കുകൊണ്ട് തന്നെ വ്യക്തമാണ്. ആ ധർമാത്മജൻ, ആ യുധിഷ്ഠിരൻ സഹദേവൻ്റെ വാക്കനുസരിച്ച് വ്യഥത്ത ഭവതേ മുദ, സന്തോഷത്തോടു കൂടി ഭവതേ വ്യഥത്ത, അങ്ങയ്ക്കായിക്കൊണ്ട് വ്യഥത്ത ചെയ്തു. എന്തിനെ ചെയ്തു? സദസി വിശ്വഭൂതാത്മനേ ഭവതേ, വിശ്വഭൂതാത്മാവായിട്ടുള്ള അങ്ങയ്ക്ക് സർവചരാചരങ്ങളുടെയും, അതായത് വിശ്വത്തിലുള്ളതായിട്ടുള്ള ഭൂതങ്ങളുടെ മുഴുവൻ, ഭൂതം എന്ന് വെച്ചാൽ ഭവിച്ചത്, എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടായിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ ആത്മാവ് ഭഗവാൻ തന്നെയാണ്. പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള, ഭൂമിയിലോ 14 ലോകങ്ങളിലുമുള്ളതായിട്ടുള്ള സർവചരാചരങ്ങളുടെയും ആത്മാവായിട്ട് വർത്തിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ കൃഷ്ണഭഗവാൻ. ആ കൃഷ്ണഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ വർത്തിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായി എന്നാണ്. എല്ലാവരുടെയും ആത്മാവ് ഭഗവാൻ തന്നെയാണല്ലോ. അപ്പോൾ ആ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ സർവർക്കും പൂജയായി എന്നുള്ളതാണ്. സദസി വിശ്വഭൂതാത്മനെ, സദസ്സിൽ വെച്ച് വിശ്വഭൂതാത്മനെ ഭവതേ, വിശ്വഭൂതാത്മാവായിട്ടുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് വ്യഥത്ത ചെയ്തു. എന്തിനെ? വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ആ പൂജാവിധിയെ ചെയ്തു. വ്യഥത്ത ഭവതേ, അങ്ങയ്ക്കായിക്കൊണ്ട് മുദ സദസി വിശ്വഭൂതാത്മനെ, സദസ്സിൽ
വിശ്വഭൂതാത്മാവായിട്ടുള്ള സർവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആത്മാവായിട്ടുള്ള അങ്ങയ്ക്ക് അദ്ദേഹം പൂജാവിധിയെ ചെയ്തു എന്നാണ്. തഥാ അപ്പോൾ അങ്ങനെ ഭഗവാനെ അങ്ങോട്ട് പൂജിച്ചപ്പോൾ സസുരമാനുഷം സുരന്മാരും മനുഷ്യന്മാരും ഒക്കെ അടങ്ങിയതായ എല്ലാവരും ഭുവനമേവ ലോകം മുഴുവനും ഇന്നാളൊന്നുമില്ല ലോകർക്ക് എല്ലാവർക്കും സന്തോഷമായി എന്നാണ്. സസുരമാനുഷം സുരന്മാരും മനുഷ്യരും ഉൾപ്പെട്ടതായ സർവർക്കും സന്തോഷമായി എന്നാണ്. തഥാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദധൗ എല്ലാവർക്കും തൃപ്തി വന്നു. ഭഗവാനെ തൃപ്തിപ്പെടുത്തിയപ്പോൾ ഭഗവാനെ പൂജിച്ച് തൃപ്തിപ്പെടുത്തിയപ്പോൾ ലോകത്തിലുള്ള സർവർക്കും തൃപ്തി ഉണ്ടായി എന്നാണ് പറയണത്. അടുത്ത ശ്ലോകം. തതഃസപതി ചേതിപോ മുനിനൃപേഷു തിഷ്ഠത്സ്വഹോ സഭാജേതി കോജട പശുപതുദുരൂഢം പടും ഇതി ത്വയി സ ദുർവചോ വിതതി മുഗ്ധ്വമൻ ആസനാദുദാപതദുദായുധ സമപതന്നമും പാണ്ഡവാഹ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശിശുപാലൻ എന്നുള്ളതായിട്ടുള്ള ഒരാൾ, അയാൾക്ക് മാത്രം തൃപ്തിയായില്ല എന്നാണ് പറയണത്. അപ്പോൾ ശിശുപാലൻ എന്ത് ചെയ്തു? തതഹ അനന്തരം സപതി പെട്ടെന്ന്, അതായത് ഈ ഭഗവാനെ എല്ലാവരുടെയും നിർദ്ദേശമനുസരിച്ച് സഹദേവൻ്റെ വാക്കനുസരിച്ച് എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചതായ അവസരത്തിൽ ലോകം മുഴുവൻ തൃപ്തിപ്പെട്ടു. പക്ഷേ ഈ തതഹ പെട്ടെന്ന് ആണ് സപതി, പെട്ടെന്ന് അനന്തരം പെട്ടെന്ന് ചേതി രാജാവായ ശിശുപാലൻ, ചേതിപഹ അവിടെ ശിശുപാലനാണ് ചേതി രാജാവ് എന്നുള്ളത്. നേരത്തെ രുക്മിണി സ്വയംവരത്തിന് ശിശുപാലന് രുക്മിണിയെ കൊടുക്കാനാണല്ലോ തീർച്ചയാക്കിയിരുന്നത്. ആ ശിശുപാലനെയാണ് ചേതിപൻ എന്ന് പറയുന്നത്. മുനിനൃപേഷു തിഷ്ഠത്സു, അയാളുടെ വാക്കുകളാണ് പറയണത്. മുനിനൃപേഷു തിഷ്ഠത്സു, ഇവിടെ മഹർഷിമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ട്. ആ സദസ്സിൽ വെച്ച് മുനിനൃപേഷു ശ്രേഷ്ഠരായിട്ടുള്ള മഹർഷിമാരുണ്ട്, അനവധി രാജാക്കന്മാരുണ്ട്. ഇങ്ങനെ രാജാക്കന്മാരും മുനിമാരും ഒക്കെ ഉള്ളതായിട്ടുള്ള ഈ സദസ്സിൽ കോ ജഡഹ, ഏത് വിഡ്ഢിയാണ്, ജഡൻ വെച്ച വിവരമില്ലാത്തവൻ, ജഡസ്വരൂപൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആള്, ഒരു വസ്തു അറിയാത്തതായിട്ടുള്ള ആള്. അപ്പം ആ കോ ജഡഹ, ഏത് ജഡനാണ് പശുപതുദുരൂഢം വടും, പശുപനായിട്ട് ആ ദുഷ്ടനായിട്ടുള്ള ഒരു പശുപൻ, നിസ്സാരനാണ്, വെറും ആട് മേയ്ക്കണ ആള്, പശുക്കളെ മേയ്ക്കണ ആളാണ്. ഗോപാലനായിട്ടുള്ള ഈ കൃഷ്ണനെ പൂജിക്കാൻ ആരൊക്കെ തോന്നിയത്? ഏത് പശുപതുർദുരൂഢനല്ല, ഏത് ആരാണ് ഈ പശുപതുർദുരൂഢനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഈ പശുപനെ പൂജിക്കാൻ തീർച്ചയാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് വടു ഒന്നിനും കൊള്ളാത്ത ആള് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വടു എന്ന് പറയുന്നത്. വടും സഭാജയതി, പൂജിക്കുന്നത് ആരാണ് ഈ പശുപതുർദുരൂഢനായിട്ടുള്ള വടുവിനെ പൂജിക്കുന്നത്, കൃഷ്ണനെ പൂജിക്കണേന്ന് പറയുകയാണ്. ഗോപാലനാണ്. ഒരു എന്തെങ്കിലും യോഗ്യതയുണ്ടോ? രാജാവൊന്നുമല്ല, രാജ്യഭരണമൊന്നുമില്ല, അങ്ങനെതായ യദുക്കൾക്ക് രാജഭരണം ചെയ്യലോ, അപ്പോൾ രാജാവല്ല. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കൃഷ്ണനെ പൂജിക്കണത് ആരാണ് എന്നങ്ങനെ ഇതി എന്നിങ്ങനെ ത്വയി ദുർവചോ വിധതി മുഗ്ധ്വമൻ, ദുർവചസ്സുകളുടെ വിധതി, കുറച്ചൊന്നുമല്ല, ദുർവചസ്സുകളുടെ വിധതി പ്രപഞ്ചം തന്നെ, അതായത് വളരെയധികം ദുർവചസ്സുകൾ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിറങ്ങി. അനവധി ദോഷം ഭഗവാനെക്കുറിച്ച്, വിധതി എന്ന് വെച്ചാൽ കൂട്ടം തന്നെ, അതിൻ്റെ ഒരു പരപ്പ് എന്നാണ് വിധതി എന്നുള്ളതിൻ്റെ പദത്തിനർത്ഥം. ആ ദുർവചസ്സുകളുടെ ഒരു പരപ്പ്, അതിധാരാളമായിട്ടുള്ളതായിട്ടുള്ള ദോഷം പറയൽ ഭഗവാനെക്കുറിച്ച് നിന്ദ എന്നുള്ളതാണ്. ദുർവചോ വിധതിയും ഉദ്വമൻ, പുറപ്പെടുവിച്ചുകൊണ്ട് ഭഗവാനെക്കുറിച്ച് വേണ്ടെന്നില്ലാതെ ദുർവചസ്സുകൾ പറഞ്ഞുകൊണ്ട്, ഉദ്വമൻച്ചാൽ വമിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. വമനം എന്ന് വെച്ചാൽ ശരിക്കും ഛർദ്ദിക്കലാണ്. ആ എന്താ പറയണതെന്നൊന്നും നിശ്ചയില്ലാതെ കണ്ട് അങ്ങനെ വാക്കുകൾ പറയണതിനാണ് ഈ വമനം എന്ന് പദം പ്രയോഗിക്കാറുണ്ട്. ഛർദ്ദിക്കുക, വാക്കുകളെ ഛർദ്ദിക്കുക.
ദുർവചസ്സുകളെ ഛർദ്ദിക്കുക എന്നുള്ളത്. അതിൻ്റെ പരപ്പ് തന്നെ, അതായത് ധാരാളം വേണ്ട വിധത്തിൽ അനവധി തരത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ട് ശകാരിച്ചുകൊണ്ട് ആസനാദുദാപത, ആസനത്തിൽ നിന്ന് അതിൽ ഇരുന്നിരുന്നതായിട്ടുള്ള ആ സിംഹാസനത്തിൽ നിന്ന് ഉദാപതത് പൊങ്ങി ചാടി വീണു എന്നാണ് പറയുന്നത്. ആസനത്തിൽ നിന്ന് എണ്ണീറ്റ്, ആ ഇരിപ്പിടത്തിൽ നിന്ന് എണ്ണീറ്റ് യുധിഷ്ഠിരൻ്റെയും കൃഷ്ണൻ്റെയും നേരേക്ക് അങ്ങോട്ട് ചാടി വീഴുകയാണ്. ആസനാത് ഉദാപതത്, ഉയർന്ന ചാടി എന്നുള്ളതാണ് അർത്ഥം ഉദാപതത് എന്നുള്ളതിന്. ഉദാപതത് ദുർവചോ വിതതി മുദ്വമൻ ആസനാദുദാപതത് ഉദായുധ. എങ്ങനെയാണ്? ആ വാളും പൊക്കി പിടിച്ചുകൊണ്ടാണ്. ഉദായുധ, ആയുധവും പൊക്കി പിടിച്ചുകൊണ്ടാണ് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും അദ്ദേഹം ചാടി എണീറ്റത്. എന്നിട്ട് സമപതൻ അമും, ഉദായുധ സമപതൻ, ഭഗവാന്റെ നേരെ ചാടി വീണു. സമപതൻ നേർക്ക് ചാടി. അപ്പോൾ അമും പാണ്ഡവാഹ, ആയുധ ഉദാപതെന്ന് അവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സമപതൻ അമും പാണ്ഡവാഹ, അമും ഇവന്റെ നേരെ പാണ്ഡവാഹ സമപതൻ, പാണ്ഡവന്മാര് നേരിട്ട് ചെന്നു. അതായത് ഭഗവാന്റെ നേരെ ആയുധം പൊക്കിക്കൊണ്ട് ശിശുപാലൻ വരുന്നത് കണ്ട് അയാളെ തടഞ്ഞുകൊണ്ട് പാണ്ഡവന്മാരൊക്കെ തടയാനായിട്ട്, അവരാണല്ലോ ആതിഥേയന്മാർ പാണ്ഡവന്മാരല്ലേ. അപ്പോൾ അവിടെ തങ്ങൾ പൂജിക്കുന്നതായിട്ട് ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് ഈ ശിശുപാലൻ വരുന്നത് കണ്ടപ്പോൾ പാണ്ഡവന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ എതിരെയായിട്ട് ചെല്ലാൻ ചെന്നു എന്നാണ്. സമപതൻ അമും സമപതൻ, ഇവന്റെ നേരെ പാണ്ഡവാഹ സമപതൻ, പാണ്ഡവന്മാർ ചാടി വീണു എന്നാണ്. തഥാ സപതി സദസി സപതി ചെയ്തിപ, സപതി പെട്ടെന്ന് ചെയ്തിപ ശിശുപാലൻ, ചെയ്തി രാജാവായിട്ടുള്ള ശിശുപാലൻ മുനിനൃപേഷു തിഷ്ഠത്സു, രാജാക്കന്മാരും മഹർഷിമാരും ഒക്കെ ഉള്ളപ്പോൾ കഹ ജഡഹ, ഏത് ജഡനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, പശുപതുർദുരൂഢം വടും സഭാജയതി, പശുപതുർദുരൂഢനായിട്ടുള്ള ഈ ഇടയ ചെറുക്കൻ എന്ന് തന്നെ പറയട്ടെ, ദുരാചാരനായിട്ടുള്ള ഈ ദുഷ്ടനായിട്ടുള്ള ഈ പശുവിനെ ഗോപാലനെ പൂജിക്കുന്നത് എന്നിങ്ങനെ ത്വയി, അങ്ങയെക്കുറിച്ച് ദുർവചോ വിതതി മുഗ്ധവൻ, ദുർവചസ്സുകൾ, അതായത് ശകാരവാക്കുകൾ ഒരു നിര തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് ഉദായുധ, ആയുധം പൊക്കിക്കൊണ്ട് ഉദാവതത്, നേരിട്ട് ചാടി വീണു എന്നാണ്. അമും പാണ്ഡവാഹ സമാപതൻ, ദേഹത്തിൻ്റെ നേരെ അപ്പോൾ പാണ്ഡവന്മാർ നിപതിച്ചു എന്ന്. തതസ്സവനകർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹദേവവാഗനുഗത സധർമാത്മജ വ്യഥത്തഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനേ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദതൗ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അനന്തരമഥ അഗ്രപൂജയതു യോഗ്യരായി രാജനും വിചാരമഥ ചെയ്തുടൻ അനുജവാക്കിനാൽ നിന്നിടം നടത്തിവത കാരണം സകല ജീവജാലത്തിനും സമസ്ത സുരമാനുഷർ ഭുവനമൊക്കെ സന്തുഷ്ടരായി. തതസ്സഹതി ചേതിപോ മുനിനൃപേഷു തിഷ്ഠത്സ്വഹോ സഭാജയതി പൂജട പശുപതുർദുരൂഢം പടും ഇതി ത്വയി സ ദുർവചോ വിതതി മുഗ്ധമന്നാസനാദുദാപതദുദായുധ സമപതന്നം പാണ്ഡവാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പറഞ്ഞു ശിശുപാലനീ സഭയിലെത്ര യോഗി നൃപർ വിളങ്ങുവതു വിഡ്ഢിയാരിടയ ബാലനെ വാഴ്ത്തിടാൻ കടുത്ത വചനങ്ങളീ വിധമവൻ കുറെ ചൊല്ലിപോലെതിർത്തുപത പാണ്ഡവർ തവ വിധേയരെല്ലാവരും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.